ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നുള്ളതെന്ന് വെച്ചാൽ NIT കാലിക്കറ്റിൻ്റെ മുമ്പിലാണ്. അതായത് നമ്മൾ ഇത്രയും ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമായിരുന്നു. ഇന്ന് ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഡേ ആണ്, ഓഗസ്റ്റ് 23. അപ്പോൾ നമുക്ക് ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ വിശേഷങ്ങളും അതുപോലെ NIT കാലിക്കറ്റ് ഫസ്റ്റായിട്ട് കാണുന്നതിൻ്റെ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ബൈ ബൈ. തമസോമ ജ്യോതിർഗയ അഥവാ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്ന ആദർശ സൂക്തമായി 1961 നിർമ്മിച്ച റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് അഥവാ RIC കാലിക്കറ്റ് 2001 ഇന്ത്യയിലെ NITകളിൽ ഒന്നായി നാമകരണം ചെയ്യപ്പെട്ടു. ഇന്ത്യയിൽ ഇന്നുള്ള 20 NITകളിൽ ഏറ്റവും മികച്ച 5 ഉൾപ്പെടുന്നതും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാങ്കേതിക കോളേജുകളിൽ അഥവാ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആദ്യ 25 സ്ഥിരമായി ഉണ്ടാകുന്നതുമായിട്ടുള്ള NIT കാലിക്കറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് NIT കാലിക്കറ്റിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്ന ദിവസമാണ് ഇന്ന്. സോ നമുക്ക് എന്താണ് ഇവിടെ ഉള്ളതെന്നോ അതുപോലെ ഞാനിപ്പോൾ ഫസ്റ്റ് കയറിയിട്ടുള്ളത് അഡ്മിഷന് വേണ്ടി സെൻട്രൽ ക്യാമ്പസിലേക്കാണ്. അപ്പോൾ സെൻട്രൽ ക്യാമ്പസിൻ്റെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോഴുള്ള ആ ഒരു റോഡും കാര്യങ്ങളും മറ്റുമൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നടന്നുകൊണ്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് വാച്ച്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഒരു റൈറ്റ് സൈഡിലായിട്ട് തന്നെ നേരെ പോയിട്ടുള്ള റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെതും അഡ്മിഷൻ എടുക്കേണ്ടതുമായിട്ടുള്ള ഒരു ചെറിയൊരു ഡെസ്ക് പോലെ ഒരു പന്തലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നടക്കാം അല്ലേ. അപ്പോൾ ക്യാമ്പസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതായത് ഇന്ന് ഇന്ത്യയിൽ BTechൽ വൺ ഓഫ് ദി പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറയാം. കേരളത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും നമ്പർ 1 കോളേജ് ഇൻ കേരളയാണ് NIT കാലിക്കറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ നമ്പർ 1 എന്ന് പറയുന്നതിലുപരി പല IITകളെക്കാൾ മികച്ച കോളേജാണ് NIT കാലിക്കറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ BRക്കിൽ NIRF റാങ്കിങ് 3rd പ്ലേസും അതോടൊപ്പം തന്നെ BTechൽ NIRF റാങ്കിങ് 23യുമായിരുന്നു കഴിഞ്ഞ വർഷം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെന്ന് പ്രതീക്ഷിക്കാം, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ടെക്നിക്കൽ രംഗത്ത് കുതിച്ചു ചാട്ടങ്ങൾ ചാടിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന കോളേജുകളാണ് ഈ NIT. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഇത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല, ബിക്കോസ് ഞാൻ ഇതുവരെ ട്രൈപോഡിലായിരുന്നു ഷൂട്ട് ചെയ്തത്. ഇനി അങ്ങോട്ട് ട്രൈപോഡ് യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്ക് പറ്റും പോലെ ഞാൻ ഷൂട്ട് ചെയ്തൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നല്ല ഓവർ ക്രൗഡഡ് ആണ്. ഞാനിത് റെക്കോർഡ് ചെയ്തതിന് ശേഷം, അതായത് വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പം തന്നെ സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ അത്യാവശ്യം അവിടെ ഞാൻ സൂം ചെയ്ത സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ടോക്കൺ എടുത്ത് അവിടെ നിന്ന് പിന്നെ വിളിക്കും. അപ്പോൾ നമ്മൾ കയറി പോകണം. കയറിയാൽ നമ്മൾ ഉള്ളിലേക്ക് എത്തുക. അപ്പോൾ ഉള്ളിലേക്ക് എത്തിയാൽ ഫസ്റ്റ് നമ്മൾ IMS വെരിഫിക്കേഷന് വേണ്ടിയിട്ടും മറ്റുമൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ഡോക്യുമെൻ്റൊക്കെ നമുക്ക് അവിടെ ഫില്ല് ചെയ്യാൻ തരും. ഫില്ല് ചെയ്യാൻ തന്നതിന് ശേഷം നമ്മൾ ഫില്ല് ചെയ്തിട്ട് അവിടെ കൊടുത്തിട്ട് ഈ കാണുന്ന സ്ഥലത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ കാലിയായപ്പോൾ വീഡിയോ എടുത്തതാണ്. അതാ ഇങ്ങനെ, അല്ലാതെ അപ്പോൾ ഫുൾ കുട്ടികളൊക്കെ നിറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ 1 by 1 ആയിട്ട് കൊടുത്ത് ഇങ്ങനെ IMS ഒക്കെ വെരിഫൈ ചെയ്ത് മുകളിലത്തെ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് നമുക്ക് വെരിഫിക്കേഷൻ കിട്ടിയാൽ പിന്നെ നേരെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള, അതായത് ഫസ്റ്റ് നമ്മൾ കയറി വന്നത് ഉടനെ എനിക്ക് കയറുന്നതും മറ്റുമൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കയറി വന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഫസ്റ്റ് നമ്മുടെ വെരിഫൈ ചെയ്തതിന് ശേഷം വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞാൽ ഇവിടെ IMS വെരിഫിക്കേഷനാണ് ഇവിടെ നടക്കുന്നത്. IMSൽ എന്തെങ്കിലും പ്രോബ്ലങ്ങളുണ്ടോ മറ്റൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ നോക്കി അതൊക്കെ റെഡിയാക്കി പരിഹരിച്ചതിന് ശേഷമാണ് നമ്മൾ എക്സാക്റ്റ് വെരിഫിക്കേഷൻ ഡെസ്കിലേക്ക് പോവുക. അപ്പോൾ ഇവിടുത്തെ IMS വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഭാസ്കർ ഹാളിലുള്ള വെരിഫിക്കേഷൻ ഡെസ്കിലേക്ക് പോകണം. അതിനുവേണ്ടി ഒരുപാട് സമയം, ഏറ്റവും കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിരുന്നു. കാരണം ഇത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു ഇത് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു. സോ സംഹൗ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിച്ച്, അതായത് ഞാൻ ഏതാണ്ട് ഒരു 11 മണിക്കെങ്ങാണ്ട് അവിടെ എത്തിയിട്ട് വെരിഫിക്കേഷൻ ഡെസ്കിലേക്ക് കയറിയിട്ടുണ്ടായി. ബട്ട്
എനിക്ക് 11 ഒരു 11:30 12 മണി ഏകദേശം അതിന് എനിക്ക് ഇതിൻ്റെ സ്ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 3:30 കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ സംഭവം നല്ല റഷായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും എക്സാക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി അവിടുന്ന് നമുക്ക് അഡ്മിഷൻ ലെറ്റർ അഥവാ അഡ്മിഷൻ റിപ്പോർട്ട് തരും. ഈ നമുക്ക് ഹോസ്റ്റൽ വേണമെങ്കിൽ ആ റിപ്പോർട്ട് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഹോസ്റ്റലിലേക്ക് സീറ്റ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അവിടുന്ന് എൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റാണ്ടായി പോയത്. പിന്നെ വീഡിയോ അലൗഡഡ് ആണോ എന്നുള്ളത് എനിക്കും കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. പിന്നെ സംഭവം ഞാനും എൻ്റെ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി. അതിനുശേഷം ഇത് കഴിഞ്ഞു. അതിനുശേഷം ഹോസ്റ്റലിൽ പോയി അഡ്മിഷൻ എടുത്തു. അങ്ങനെ റൂമിലും ജോയിൻ ചെയ്തു. അപ്പോൾ NITയിലെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരേക്കും ബൈ ബൈ.